എല്ലാവർക്കും നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രസ് മീറ്റിലേക്കാണ് കടക്കുന്നത്. അതിൻ്റെ ടീം അംഗങ്ങളെല്ലാം ഡയറക്ടർ അടക്കം നദിഷ അടക്കം അതിൻ്റെ കലന്തൂർ നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്, ജാഫ്രിക്ക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അർജുൻ അശോകൻ, പിന്നെ മാളവിക, ദേവിക, സൈലക്സ് ബായ്, പിന്നെ ഏറ്റവും അധികം നമ്മൾ കാത്തിരിക്കുന്നത് ഒരു പുതിയ നായകൻ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ശരിക്കും പറയട്ടെ, നായക ദാരിദ്ര്യം ഉണ്ട് കേട്ടോ ഇവിടെ. ഉണ്ട് ഡേറ്റ് കിട്ടുന്നില്ല എന്ന് എല്ലാവരും പറയും. ഓണാക്കില്ലേ? എനിക്ക് ഒരു കുഴപ്പമില്ല, അത് എന്നോട് എന്നെ ചോദിക്കട്ടോ. അതാ ഞാൻ ഇപ്പൊ മഞ്ജു പറഞ്ഞത് മോശമായി പോയി. അർജുന അശോകനെ ഇവിടെ ഇരുത്തിയിട്ട് നായക ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞത്. അല്ല, നായക ദാരിദ്ര്യം ഉണ്ടെന്ന് എന്നാലും പറയും. കാരണം അവൻ നായകനല്ലേ? നായകനാണ്, പക്ഷെ ഡേറ്റ് കിട്ടുന്നില്ല ആർക്കും. ഏതായാലും എല്ലാവരും ബിസിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ, നായികമാരും നായകന്മാരും ഒക്കെ. അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ കടന്നു വരുന്നത് എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മുബിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ റാഫിക്കയുടെ മോനാണ് എന്തേ ഇത്ര വൈകി വരാനെന്ന് നമ്മളിൽ പലരും ഈ ഒരു പ്രോജക്റ്റ് ഓണായപ്പോൾ തോന്നിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഒരു നല്ല കാര്യം നടക്കുകയാണ് ഇവിടെ. അപ്പോൾ 31-ാം തീയതി നമ്മുടെ പടം റിലീസാകുകയാണ്. തിയേറ്ററുകളിലേക്ക് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ചിത്രത്തിൻ്റെ വിശേഷങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് നമുക്ക് ഈ സിനിമ തരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാനുണ്ടാവും, ഞങ്ങൾക്കും പറയാനുണ്ടാവും. നമുക്കതിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാദിർഷയ്ക്ക്, ഇക്കയാണ് ഇതിൻ്റെ ഡയറക്ടർ, അദ്ദേഹവും റാഫിക്കയും കൂടെ ഒന്നിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണ്. മലയാളം അല്ല, സിനിമ തന്നെയാണ്. അപ്പോൾ അതും വളരെയധികം സന്തോഷമാണ്. ഓക്കെ ഇക്ക, നമുക്ക് സംസാരിക്കാം. അതെ, എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും നമുക്ക് വേണ്ടി, നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യാമറകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇതൊരു കൊച്ചു സിനിമയാണ്. പുതിയ, നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ പുതിയ നായകനെ മുബിൻ റാഫി, പിന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു നായകൻ അർജുൻ അശോകൻ, പിന്നെ ജാഫർ. നിന്റെ പേര് പറയും, നീ നായകനാണല്ലോ ഇപ്പോൾ പല പടത്തിലും ഉണ്ട്. നായകൻ ഓക്കെ, ജാഫർ. പിന്നെ ദേവിക സഞ്ജയ്. ഒരുപാട് നമ്മൾ ഇഷ്ടമുള്ള കുട്ടികളിൽ ഒരാൾ, അതായത് മകൾ, പിന്നെ ഞാൻ പ്രകാശൻ ഫസ്റ്റ് പടം. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് സുപരിചിതയായ കുട്ടിയാണ്. പിന്നെ മാളവിക ഒരുപാട് നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഇത് കലന്തൂർ സാറ്. ശരിക്കും നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അതിന് പൈസ മുടക്കാൻ ആൾ വേണം. അത് നല്ല രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമയ്ക്ക് വേണ്ട, സിനിമ കൊച്ചാണെങ്കിലും നല്ല കാശ് ചെലവുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന്, കട്ടക്ക് നിന്ന് ഇപ്പോഴും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു പ്രൊഡ്യൂസർ കലന്തൂർ സാറ്. അതെ സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്, പക്ഷെ അതിൽ ഈ ഡ്രസ്സിനുള്ളിൽ ഒരു കലാകാരനുണ്ട് എന്ന് കണ്ടെത്തി അല്ലേ? അപ്പോൾ അത് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ സൈലക്സ് ഞാനിതിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ താരങ്ങളല്ലാത്ത ആളെ പരിചയപ്പെടുത്തി എന്നുള്ളൂ. സൈലക്സ് ശരിക്കും പറഞ്ഞാൽ സൈലക്സിന് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട്, സൈലക്സ് ഒരുപാട് നല്ല സിനിമകളുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ 2018 എന്ന് പറയുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച സിനിമകളുടെ തന്നെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 3 വർഷം. അതെ. അപ്പം സൈലക്സ് സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റാഫിക്ക എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ സൈലക്സ് ആണ് അത് ഇങ്ങനെ നമ്മളുടെ ഇങ്ങനൊരു ടീമിലേക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ട് അത് വരും എന്ന് പറഞ്ഞിട്ട് സൈലക്സിൻ്റെ ഒരു മനസ്സുകൂടിയുണ്ട്. സാധാരണഗതിയിൽ ഒരവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പെട്ടെന്ന് അങ്ങനെ സമ്മതിക്കുന്നതല്ല. ആരെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയറക്ടറാകാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് തോന്നിയ
ഒരു കാര്യമാണ്. അപ്പോൾ സൈലക്സിനെ പരിചയപ്പെടുന്ന സൈലക്സിന് താങ്ക്സ്. പിന്നെ എന്താ പറയുക, ഈ സിനിമ റാഫി നാദിർഷ എന്ന് പറയുന്ന ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഭയങ്കരമായിട്ടുള്ളൊരു പൊട്ടിച്ചിരി. അതായത് റാഫിക്കയുടെ സിനിമകൾ കണ്ട് വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ. ഒരുപാട് നല്ല കോമഡി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആ റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ പിന്നെ കുറച്ച് കോമഡി എന്ന് പറയുന്ന സിനിമകളും പിന്നെ എൻ്റെതായ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ആളാണ് ഞാനും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിക്കുമ്പോൾ അത് ആദ്യം തൊട്ട് അവസാനം വരെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സിനിമയല്ല ഇത്. അത് ആദ്യമേ പറയുകയാണ്. കാരണം ഇതൊരു ഡിഫറെൻറ്റ് ജോണർ സിനിമയാണ്. ചിരിക്കാനുള്ള ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കാനുള്ളതുണ്ട്. കാരണം ആദ്യമേ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഹ്യൂമർ എന്ന് പറയുന്നത് നിൻ്റെ അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പറയട്ടെ കണ്ടിട്ട്. ഞാനത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് വിചാരിച്ചത്, പക്ഷെ നീ അത് കോമഡി ആക്കിയത്. മഴ അറിഞ്ഞോണ്ട് മഴയത്ത് നീ കഥ പറയല്ലേ പടച്ചോർത്തിട്ട്. മഴ തന്നെ ഞാൻ അഭിനയിച്ചു, അതൊക്കെ ഓക്കെ. പക്ഷെ നീ കഥ പറഞ്ഞത് എനിക്ക് പേടിയാണ് നിനക്ക് മയക്കാനായിട്ട്. ക്ലൈമാക്സ് പറഞ്ഞ അപ്പോൾ ഇതൊരു ത്രില്ലർ ജോണർ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ട് ഇതിനകത്ത്. തമാശയുണ്ട്, കാര്യമുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് വേർഷൻ, ഒരു പക്ക എൻ്റർടൈനർ എന്ന് പറയുന്ന ജോണറിലുള്ളൊരു സിനിമയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ 2 മണിക്കൂർ ലെങ്ത്തുള്ളൊരു സിനിമ. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ. ഒരു പ്രേക്ഷകൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൂടുതൽ തള്ളി മറിക്കണമെന്നില്ല, അത് ആസ്വദിക്കാൻ പറ്റുന്നൊരു കൊച്ചു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഞങ്ങളെല്ലാവരും അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. ഇനി മൈക്ക് ഞാൻ അർജുന അശോകന് അച്ചു. ഹലോ, എല്ലാവരും കണ്ടതിൽ ഒരു സന്തോഷമുണ്ട്. കുറച്ച് ബാസ് കുറച്ച് കൊടുത്ത്. ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ പ്രൊമോഷൻ നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റും ബാക്കി ഓൺലൈൻ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷനായിട്ട് ഇന്ന് ചെയ്യാണ്. അപ്പോൾ നാദിർഷയ്ക്കും റാഫിക്കും ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ മലയാള പടം എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ, പക്ഷേ സിനിമ. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ചെറുപ്പം തൊട്ട് ഇവരെ കണ്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ ഇവരുടെ കൂടെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇവരൊരു പടം ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം വിളിക്കുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പടം ചെയ്യുമ്പോഴും. ഇപ്പോൾ അത് റിലീസിന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന മെയ് 31 പടം റിലീസാകുകയാണ്. ഇപ്പോൾ തിയേറ്ററിൽ എല്ലാവരും തന്നെ പോയി കാണണം, എന്നിട്ട് അതിൻ്റെ റിവ്യൂസ് അറിയിക്കണം. അത്രേ ഉള്ളൂ. താങ്ക് യു. ഇനി ശരിക്കും നായകനോടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഇതേപോലെ വാപ്സിൻ്റെയും നാസിഖാൻ്റെയൊക്കെ സിനിമകളും പരിപാടിയൊക്കെ കണ്ടിട്ട് തന്നെയാണ് വളർന്നത്. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചതൊന്നുമല്ല, എന്നാലും അത്ര പെട്ടെന്നുമല്ല. എന്നാലും ഇപ്പം നല്ലൊരു സമയത്ത് ആണ് ഇപ്പോൾ റിലീസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പടം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്, എല്ലാ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും 31 പടം ഇറങ്ങുമ്പോൾ എല്ലാവരും കാണണം. താങ്ക് യു. പിന്നെ ദേവിക നായിക. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വന്നതിന് ഒരുപാട് താങ്ക് യു. ഈ പറഞ്ഞ സെയിം സ്റ്റോറി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ പറയുമ്പോൾ അത് സത്യമാണ്. അല്ല സത്യമായിട്ടും റാഫി സാറിൻ്റെയൊക്കെ പടം, നാദിർഷ സാറിൻ്റെ ആണെങ്കിലും ചെറുതാകുമ്പോൾ മുതൽ കണ്ടു വളർന്ന് ഒരുപാട്
സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് തന്നെ ഇഷ്ടം തോന്നാൻ വേണ്ടിയുള്ള വൺ ഓഫ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു സാറിൻ്റെയൊക്കെ പടം എന്ന് പറയുമ്പോൾ. അപ്പം ഞാനിപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ന്യൂസ് കേട്ടപ്പോൾ മുതൽ എക്സൈറ്റഡ് ആയിരുന്നു. ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, റിവ്യൂസ് പറയുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതിന് സത്യസന്ധമായ റിവ്യൂസ് പറയാ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മുബിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത പടമാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. വയസ്സൻ എല്ലാവർക്കും നമസ്കാരം. ബൈസ് കണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഞാനും ഈ ഫിലിമിൽ പടത്തിലൊരു ചെറിയൊരു വേഷം, ചെറിയല്ലാട്ടോ, എന്നെ സംബന്ധിച്ചിട്ട് വലിയ വേഷമാണ്. എന്നാലും ഒരു അങ്ങനെ പറഞ്ഞാൽ മതി. നമുക്ക് അല്ല നമ്മളൊന്നും നായകനൊന്നും ആയിട്ടില്ലോ. നമ്മളിപ്പോൾ ആ പടത്തിനകത്ത് എനിക്ക് നല്ലൊരു വേഷമാണ് ഇക്ക തന്നത്. ഇക്ക ഏത് പടം എടുക്കുമ്പോഴും എനിക്കൊരു വേഷം തരാറുണ്ട്. അങ്ങനെ ഈ നേരത്തെ ഒരു കാര്യം പറയാം, ഞാൻ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്ത് ഇക്കയുടെ ഒരു പടത്തിലൂടെയാണ് ഞാൻ പിന്നെയും കയറി കട്ടപ്പന ഋത്തിക് റോഷൻ അതിനകത്ത്. അതുപോലെ തന്നെ ഈ പടത്തിലും എനിക്ക് നല്ലൊരു വേഷം തന്നിട്ടുണ്ട്. ഇതൊരു നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അഭിനയിക്കാനായിട്ട് ഇതിനകത്ത് ഡേറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇക്കായോട്ടൊക്കെ കൂടി ആലോചിച്ച് ചെന്ന് ഞാൻ ഒന്ന് ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് കൊച്ചിയിൽ ചെന്നു കഴിഞ്ഞപ്പം നായകനും നായികയും അവിടെ ഇരിപ്പുണ്ട്, നായകൻ്റെ ഉപ്പ ഇരിപ്പുണ്ട്, പിന്നെ സാർ ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ ഇപ്പം മുട്ടയടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് നമ്മുടെ പാഷാൻ ഷാജി. അപ്പോൾ ഇക്ക CCയുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവരുടെ പാട്ട് സീൻ എന്നെ ഇക്ക ഫുള്ള് ഇട്ട് കേൾപ്പിച്ചു. അടിപ്പം പാട്ടാ, ഞാൻ നാലിനും പാട്ട് വേണ്ടല്ലേ. അപ്പോൾ ഉഗ്രം പാട്ടാണ്. എനിക്കറിയില്ല, എനിക്ക് മൊത്തം അറിയില്ല, വേണ്ട തെറ്റിപ്പാടി വേണ്ടെന്നേ, അത് ഫ്രഷായിട്ടങ്ങ് പോട്ടെ. പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരു കുലുക്കും ഒരു കിടുക്കും. അല്ല കിടുക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ല. അല്ലല്ല എനിക്ക് അല്ല വേണ്ട, ഒരു പടം നല്ല പടം ഇതിറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് കാണണം. ഞങ്ങളെ പോലെയുള്ളവരും മറ്റുള്ളവരും ഇപ്പോൾ ജീവിക്കാൻ ആയിട്ടുള്ള ഒരു മാർഗം, ഞങ്ങളുടെ ഒരു തൊഴിലാണിത്. അപ്പം എന്തായാലും മറ്റുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഒത്തിരിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പലരുമൊക്കെ, പല സിനിമേനെക്കുറിച്ചും സിനിമയുടെ മറ്റു വശങ്ങളൊക്കെ. ഒന്നുമില്ല, ഇതൊരു നല്ലൊരു സിനിമ. സിനിമ ഇറങ്ങുമ്പോൾ കാണണം, അനുഗ്രഹിക്കണം. ഇനി മാളവികയ്ക്ക് ഞാൻ ഇതായത് അസ്സലാമു അതെ, ഡനാ റാസിഖ് നമ്മുടെ ഈ സിനിമയിൽ നല്ല രസമായിട്ട് പാടി ഒരു പാട്ട് തന്നിട്ടുണ്ട്. ആ പാട്ടിൻ്റെ മ്യൂസിക് ഞാനായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഹരിശങ്കറും ഡനയും ചേർന്നാണ് പാടിയത്. പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡനയെ കൊണ്ട് നമുക്ക് പാടിക്കാം കുറച്ച് കേട്ട്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞ പോലെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ എന്ന മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നാദിഷയ്ക്കും റാഫി സാറുടെയും അഗെയിൻ ഞാനും പറയുകയാണ്, റാഫി സാറിൻ്റെ മൂവീസൊക്കെ നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് കണ്ട് ചിരിച്ചും ആസ്വദിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് ഞാനും. അതുപോലെ തന്നെ നാദിഷയ്ക്കയുടെ മൂവീസ് ആണെങ്കിലും ഒരുപാട് എൻ്റർടൈൻ ചെയ്ത ഫിലിംസാണ്. അപ്പോൾ അതിൽ അഗെയിൻ എനിക്ക് മുമ്പ് ഇക്കടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇക്കയുടെ ഒരു 2 ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു അൺഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല. അൺഭാഗ്യവശാൽ ഞാൻ ആഡ് ചെയ്തു. ഞങ്ങളുടെ ഭാഗ്യവശാൽ അതാണ് പറയണ്ടത്. ഞങ്ങളുടെ ഭാഗ്യവശാൽ അത് നടന്നില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. എന്റെയാണോ? അങ്ങനെ ആക്കരുത്. അല്ല, ഇപ്പോ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. നമ്മള് പ്രൊമോഷൻ വന്നേക്കല്ലേ, വൈ നെഗറ്റീവ്സ് അല്ലേ? എന്റെ അറിയാണ്ട് വന്ന മനഃപൂർവ്വം നിങ്ങളായിട്ട് പറയരുത്.
സോ ഇതിൽ ഞാനൊരു ഒരു ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഈ മൂവി പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റസിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഒരു സാധാരണ ഒരു പെൺകുട്ടി ലൈഫിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു, ചുറ്റുവട്ടത്തിൽ ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അധികം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ലൊരു ക്യൂട്ട് ഫിലിമാണ്, ഇക്ക പറഞ്ഞ പോലെ എൻ്റർടൈനിങ് ആണ്. എന്നാൽ ഫൈറ്റ് ഉണ്ടോ അതുണ്ട്, എല്ലാം അടങ്ങിയ ഒരു മൂവിയാണ്. അപ്പോൾ 31st റിലീസ് ആവാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. സോ കൊച്ചിക്കാരും എല്ലാവരും ചേർന്ന് മൂവി കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എപ്പോഴും കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. കലന്തൂർ സാറ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കൊച്ചിയിൽ മാത്രം നടക്കുന്ന കഥയല്ല. ഇത് എല്ലാ പട്ടണങ്ങളിലും സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഏത് പട്ടണത്തിൽ വേണമെങ്കിലും സംഭവിക്കാവുന്ന കഥയാണ്. അത് വൺസ് അപ്പോൺ ഇപ്പം നമ്മൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കൊച്ചി എന്ന് പറയുന്ന സിനിമയാണ് വരാത്തത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് കൊച്ചിയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തും പറയാവുന്ന ഫ്രീഡം ഉള്ള നമ്മളുടെ സ്വന്തം നാടല്ലേ. അപ്പോൾ അതിൽ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു പട്ടണത്തിൽ സംഭവിക്കുന്ന കഥ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് ഏത് പട്ടണത്തിലും സംഭവിക്കാം അത്രയുള്ളൂ. ആദ്യ സിനിമയാണ്, നായകനെ വരുന്ന ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പം പൊതുവെ നെപ്പോസിന്റെ ഒരു കാലം കൂടിയാണ്. അപ്പം വേണമെന്ന് വെച്ചിരുന്ന താങ്കൾക്ക് വേണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ നേരത്തെ കയറാം, നല്ലൊരു എസ്റ്റാബ്ലിഷ് ആയ ഒരാളാണ് താങ്കൾ ഫാദർ. വേണമെന്ന് വിചാരിച്ചാൽ ഒരു ആക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു കരിയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെയല്ലാതെ പഠിച്ച് അസിസ്റ്റന്റായി അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ട് ശേഷമാണ് ഇപ്പോൾ ഒരു അഭിനയത്തിലോടൊന്ന് കയറിയത്. ശരിക്കും എല്ലാവരും ഐഡന്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കയറിയാൽ മതി അങ്ങനെ ഒരു ഉള്ളതുകൊണ്ടാണോ? ഇല്ല, ഞാൻ നേരത്തെ കയറണമെന്ന് വേണമെന്ന് വിചാരിച്ചാ, പക്ഷേ ബാക്കിയുള്ളവർ വിചാരിച്ച അതുകൊണ്ടാ വൈകിയത്. ഇല്ല, ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ അപ്പം തന്നെ ഞാൻ വാപ്ചിയെടുത്ത് ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്ചി പറഞ്ഞ ഒരു അല്ല കുറച്ചും കൂടി ഒന്ന് വളരട്ടെ, അല്ല അപ്പോൾ ഒന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് എന്താണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്ക്, എന്നിട്ട് ഇത് പറ്റണ ഫീൽഡാണോ എന്ന് നോക്ക് എന്ന് പറഞ്ഞു. പക്ഷേ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു അഭിനയിക്കാൻ പറ്റണ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പടം ഉണ്ടാകണം. അതാണ് എൻ്റെ ഒരു ആഡ് ഓൺ. വേണോ? അല്ല, വേണം. റിസ്ക് എടുക്കാൻ ഒരു പ്രൊഡ്യൂസർ റെഡി ആയിരുന്നില്ല, അതുകൊണ്ടാണ് വൈകിയത്. അല്ല, അക്കാര്യത്തിലും പറഞ്ഞുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തി അതുകൊണ്ടാണ്. പുതിയ താരങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരും ഒരു പുതിയ നായകന്മാരും മലയാള സിനിമയിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളുടെ വിജയം നോക്കി തന്നെയാണ് അവർ റിസ്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് തയ്യാറായ സാറിന് ഞങ്ങളുടെ താങ്ക്സ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ്, വീണ്ടും താങ്ക്സ് പറയുന്നു. താങ്ക് യു. ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, എന്താ ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി മറിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അതുകൊണ്ടാണ്. കാരണം ഞാൻ പറയാം, ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒറ്റ വാക്കി പറഞ്ഞതാണ്. കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ സിനിമ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴാണ്, അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വരുന്ന പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ഒന്നും കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ കാണുമ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ റാഫിക്ക നാദിർഷ എന്ന് പറയുന്ന ഈ രണ്ട് ടീമിൽ നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ചിരിപ്പടമാണെന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്ന് പറഞ്ഞതാണ്. ഇതിനകത്ത് എന്ന ചിരിയുണ്ട്, പക്ഷേ ഒരു ടോട്ടൽ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാത്തൊരു സിനിമയായിരിക്കും. അങ്ങനെയല്ല, ഇതിനകത്ത് സിനിമയിലിപ്പോൾ ഇവരെല്ലാവരും മുബിനും പിന്നെ അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാം വലിയ വലിയ വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് ക്യാരക്ടേഴ്സിൽ ഇവർ രണ്ടുപേരും അർജുനും മുബിയും ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ഈ മുബിന് ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുബിൻ അഭിനയിച്ച ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ്. അത് എവിടെ ഇരുന്നത്? പുറത്തറിയാൻ കൊള്ളില്ലാത്ത സാധനമാണ്. അല്ല, അവാർഡേ നമ്മുടെയൊക്കെ ഒരു സെറ്റപ്പിൽ കിട്ടി. അത് എൻ്റെ അടുത്ത് ഇപ്പോഴാണ് പറയണത്. ഇത് നേരത്തെ പറഞ്ഞില്ല. ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇത് ഇത്രയും പേര് മത്സരിച്ചിട്ട് എനിക്കാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ റിലീസ് ആവാറായല്ലോ. ഇനിയിപ്പോൾ എന്ത് അന്വേഷിക്കാൻ പോയില്ലടാ. ഇല്ലാതെ ഏതായാലും ഞാനത് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് മൂവിന്. ഞാൻ റാഫിക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ ഇപ്പോഴാണ് ഞാൻ കാണുമ്പോൾ ഇവൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെയിലും കൊണ്ട് ഇങ്ങനെ ഓടിപ്പഞ്ഞെടുക്കും. ഞാൻ റാഫിക്കയോട് ചോദിച്ചു, ഇവൻ അഭിനയിപ്പിക്കാൻ പറ്റില്ലേ ഇക്കയുടെ പടത്തിലെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്തുണ്ട്, ഇയാളല്ലേ പുതിയ ആൾക്കാരെ പരീക്ഷണം നടത്തുന്ന ആൾ, ഇയാൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ചെവിക്കൂടി കേട്ട് മറ്റു ചെവിക്കൂടി കളഞ്ഞ്. പക്ഷെ കറങ്ങിത്തിരിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഞാനതിൽ തൃപ്തനാണ്. ഇപ്പോൾ മുബിൻ വന്ന് അഭിനയിച്ചതിൻ്റെ പേരിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞല്ലോ, മുബിനാണെങ്കിലും ഇതിൽ അഭിനയിച്ച ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അച്ചു അഭിനയിക്കുന്നത് ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന്, ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് താങ്ക്സ്. പിള്ളേരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. അതാണ് എല്ലാവരും പറഞ്ഞു അർജുനെ പോലെ ഇതേപോലെ ഒരു സ്ക്രീൻ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ് ഓരോ തവണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മയുഗത്തിലെ പെർഫോമൻസ് അനുസരിച്ച് അപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോൾ കരിയർ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. ആ ഗ്രാഫ് അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സിനിമ വരുമ്പോൾ എനിക്ക് ഈ കഥാപാത്രം എൻ്റെ ഓഡിയൻസ് ഇത് കറക്റ്റായിട്ട് കൺവേ ആവും, അല്ലെങ്കിൽ എൻ്റെ ഇത് ചെയ്യുവാണെങ്കിൽ ക്ലിക്ക് ആവും എന്ന് വിചാരിച്ചാണ് ഓരോ കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഈ സിനിമയുടെ കഥാപാത്രം എങ്ങനെയായിരിക്കും? ഓരോ കഥാപാത്രം ക്ലിക്കാവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. ആക്ച്വലി ബ്രഹ്മയുഗം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു, ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയാം. പക്ഷെ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ജോണറാണല്ലോ. അപ്പോൾ അത് ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്നതോറും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളതെന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഇത്ര നാളും ചെയ്തതിൽ കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടിയൊരു പടം ആദ്യത്തെ ഇതാണ്. പിന്നെ അതുകൂടാതെ തന്നെ റാഫിക്ക നാദർഷിക്ക കൂട്ടുകെട്ടത്തിലൊരു പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ. കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ നാദർഷിക്കനെ നന്നായിട്ട് നല്ല പരിചയമുണ്ട്. ഞങ്ങൾ നെയ്ബേഴ്സായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല നാദർഷിക്ക എന്ന പടത്തിൽ അഭിനയിക്കാൻ പറ്റും എന്നുള്ളത്. നടനാവുന്നോലും ചിന്തിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാഷിക്ക വിളിച്ചിട്ട് പറഞ്ഞ ഒരു പരിപാടിയാണ്, കേട്ടു നോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കേട്ടു, ഇഷ്ടപ്പെട്ട മൂവീനെ അപ്പോഴും ആദ്യമായിട്ടാണ് റാഫിക്കയുടെ വീട്ടിൽ കാണുന്നത്. അപ്പോൾ ഇവനും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ്, അപ്പോൾ അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത്. പിന്നെ ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ക്യാരക്ടേഴ്സാണ്, അല്ലാണ്ട് നമ്മൾ അത് ഓഡിയൻസ് കണ്ടു കഴിയുമ്പോഴാണ് അവരത് എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇതിനി കാണട്ടെ, കണ്ടിട്ട് നമുക്ക് പറയാം ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യൂലേ എന്നുള്ളത്. എവിടെയായിരുന്നു നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കാനും അൺലേൺ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ആഫ്രിക്കയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള ഫിലിംസ് അങ്ങനെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും കൂടി പറ്റിയോ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി? നമ്മൾ ഓരോ പടം കഴിയുന്നതോറും, നീ ഇത് സെയിം ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ, നമ്മൾ ഓരോ പടം കഴിയുന്നതോറും എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്തായാലും. ഇപ്പം ആദ്യമായിട്ടാണല്ലോ നാഷിക്കയോട് വർക്ക് ചെയ്യണം. കാരണം എനിക്ക് നാഷിക്കനെ പരിചയം ഉണ്ടെങ്കിൽ തന്നെയും പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതും ചെയ്യുന്നത്. അല്ല, അവന് ഈ പടം കൊണ്ട് അവൻ വേറെ കാര്യം പഠിച്ച്. കാരണം ഞാൻ ഈ ഒരു സീൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പഠിച്ചു. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും അല്ലേ, അത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള സാധനം അടിപൊളിയായിരുന്നു. കാരണം ഒരു 20-25 ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മൾ സെറ്റിൽ.
അപ്പോൾ ഭയങ്കര രസമായിരുന്നു മൊത്തം. റാഫിക ഇങ്ങനെ വരും, പരിപാടി പറഞ്ഞു തരും. റാഫിക കൂടി അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിൽ റാഫിക്കനെ അടിക്കണ സീനാണ് ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യണത്. അത് ഞാനത് എങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം ഇരുന്നത്. ആഷിഖ് നോക്കണ അറക്കൊടുത്തോളാം. പക്ഷെ രസമായിരുന്നു, കാരണം ഇവരിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവരെ പഴയ കഥകൾ ഭയങ്കര രസം, അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു പടമാണ്. ഞാൻ പറഞ്ഞത് ഇവൻ തല്ലണല്ലോ റാഫിക്കനെ അടിക്കാനായിട്ട് മടി. ഞാൻ പറഞ്ഞ ഒന്നുമല്ലടാ, അച്ഛനെ പണ്ട് റാഫിക്ക ഒരു സ്ഥലത്ത് വെച്ച് പഞ്ഞിക്കിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വെറുതെ വെറുതെ ആണോ, ആ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ സീൻ ചെയ്തില്ലടാ. പിന്നെ കുറച്ച് കരിപ്പായി. അപ്പോൾ ഒരു സിനിമയേക്കാൾ കൂടുതൽ ഒരു കഥാപാത്രത്തെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ രമണൻ എന്നുള്ള കഥാപാത്രം എപ്പോഴും മുൻപിലുണ്ട്. ട്രോളുകളിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെയ്ദിനം വരുമ്പോൾ മുതലാളിയുടെ മുഖത്ത് നോക്കി ചെറ്റയെന്ന് വിളിച്ച ഏക തൊഴിലാളി രമണനാണെന്നുള്ള തരത്തിലുള്ള നെറേറ്റീവുകളൊക്കെ വരുന്നുണ്ട്. ഏകതൊഴിലാളിയല്ല, തിരിച്ചടിക്കാത്ത മുതലാളി. അപ്പം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ആളാണ്, എഴുതി വെച്ച ആളാണ് റാഫിക. അപ്പോൾ അർജുന് റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ ഒരു പടം ചെയ്യുമ്പം മാത്രമല്ല റാഫിക്കയുടെ ഒരു കോ ആർട്ടിസ്റ്റ് കൂടെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു ഇത്രയും ഒരു ഹിറ്റ് മേക്കർ, അപ്പോൾ ഒരു ലെഗസി, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചാബി ഹൗസ് പോലെ ബാക്ക് ടു ബാക്ക് കോമഡി ആയിട്ടുള്ള പടമല്ല. സിറ്റുവേഷനലി കുറച്ച് ത്രില്ലറും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ തമാശ ഉണ്ട്, ഇല്ല എന്നല്ലേ പറയണേ. പക്ഷേ ഇവരുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ അത് പടം കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ പിടിക്കാൻ പറയും നമ്മളടുത്ത്. അപ്പോൾ അത് ത്രൂ ഔട്ട് പടം കണ്ടു കഴിയുമ്പോൾ ഒരു ക്യാരക്ടറൈസേഷൻ അവർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെ രസം പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിരുന്നു. ഏതൊക്കെ ലൊക്കേഷനിൽ എത്ര ദിവസങ്ങൾ ഷൂട്ട് ചെയ്തിട്ടാണ് പടം ഫുൾ കഴിഞ്ഞത്? ഇത് കൂടുതലും ഇവിടെ കൊച്ചി തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നൈറ്റ് പറഞ്ഞില്ലേ, ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ പക്ഷേ നമ്മൾ കുറേ ഇതായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള വേറെ കുറേ സിറ്റീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പറയുന്നത് ശരിയല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ചീറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ദിവസം മൊത്തം ഷൂട്ടിംഗ് ഉണ്ടായി? ഇതൊരു ടോട്ടൽ ഡേയ്സ് എനിക്ക് തോന്നുന്നു ഒരു 80 ദിവസത്തോളം. കാരണം അങ്ങനത്തെ സീക്വൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ് തന്നെ ഒരു 13 ദിവസം ഫൈറ്റ് തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചെറിയ സിനിമ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ചെറിയ സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ചെയ്ത ഒരു കൊച്ചു സിനിമ തന്നെയാണ്. അതെ, ഞങ്ങളത് ഷൂട്ട് ചെയ്ത് വലുതാക്കാൻ നോക്കിയെന്നുള്ളൂ. തുടങ്ങിയപ്പോൾ കൊച്ചു സിനിമയായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് സിനിമ ചെയ്തിട്ട് നമ്മൾ ഇറക്കിയിട്ട് ചെറിയ പ്രിന്റൊക്കെ ആൾക്കാർ ട്രെയിനിലൊക്കെ ഇരുന്ന് കാണുന്ന ഇപ്പൊ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായി ഗുരുവായൂർ അമ്പലനടയിലൊക്കെ, അതുപോലെ കാണുന്നവരുടെ എന്താണ് പറയുന്നത്? അങ്ങനെ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നേരമെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ അതിപ്പോൾ എല്ലാവർക്കും ബാധിക്കണമെന്നല്ല. കാരണം നമുക്ക് കലാകാരൻ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അധ്വാനം. ഇപ്പം നമ്മളതെന്നും പറഞ്ഞിട്ട് ആർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് പേരുടെ അധ്വാനമാണെങ്കിൽ അത് നമുക്കറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിന് ഒരു പ്രാവശ്യമെങ്കിലും അത്യാവശ്യം ഒരു കലാകാരനാണെങ്കിൽ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ഏത് കലയാണെങ്കിലും അല്പം ബ്ലഡിലുണ്ടെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമ എന്നുള്ള ഒരു സംഭവത്തിന് നമ്മൾ മനഃപൂർവ്വം തകർക്കാൻ നോക്കേണ്ട കാര്യമല്ലോ. കാരണം ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ മൊബൈലിലോ എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാതെ നമ്മളുടെ അവകാശമാണെന്ന് പറയും. ഞങ്ങൾ ഇഷ്ടമുള്ള ഇതിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ സിനിമ കാണും. നിങ്ങൾ ഇറക്കി കോടികൾ, നിങ്ങളിപ്പോൾ 50 കോടി മുടക്കിയിട്ട് സിനിമ ഇതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് 10 രൂപ മുടക്കാതെ ഞങ്ങളുടെ ഫോണിൽ കണ്ടത് നിങ്ങൾക്ക് എന്താ നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല അതിൽ. പക്ഷേ അത് ഒരിക്കലും ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ. ഇപ്പോൾ സിനിമ, അപ്പോൾ ചില ആൾക്കാർ പറയും സിനിമയില്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങളുടെ സിനിമ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട്. പക്ഷേ ഇതൊരു വലിയ എത്രയോ ലക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ വരുമാനം. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയും ക്യാമറകൾ നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്നതെല്ലാം ഇതിനെ ആസ്പദമാക്കിയല്ലേ, സിനിമ ബേസ് ചെയ്താണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതും നമ്മൾ തമ്മിലിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നതൊക്കെ ഈ സിനിമ ഉള്ളതിൻ്റെ പേരിലാണ്. സിനിമ നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം വരില്ല. നമ്മൾ വേറെ പണിക്ക് പോകും, നമുക്ക് വേറെ പണി കിട്ടും, അതൊക്കെ ഓക്കെയാണ്.
പക്ഷെ അത് നശിപ്പിക്കാതിരിക്കുക മാക്സിമം. അരി വന്നല്ലോ. നമസ്കാരം. ഇത് ചുമ്മാ നമ്മളെ ഈ ഇന്റർവ്യൂ കണ്ടിട്ടുള്ള ലുക്കം കുടിച്ചു നേരം വിളിച്ചു. അതെ, ഓക്കെ ചോദിച്ചു. വെറുതെ പോന്നു വിളിച്ചു കാണിച്ച് വന്ന് കുറച്ച് സംസാരിച്ചു. എവിടെയായിരുന്നു? ആ, ഓക്കെ. ജാഫ്രിക്ക ഒരു പ്രധാന വേഷത്തിലെത്തിയ പൊയ്യാമൊഴി എന്ന് പറഞ്ഞ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലില് ഫിലിം മാർക്കറ്റിൽ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഇന്നലെ റിലീസ് ചെയ്തു. അപ്പൊ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ മലയാളത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് ക്യാനിലൊക്കെ അവതരിപ്പിക്കുന്ന അതിൽ പ്രധാന വേഷം ചെയ്യുന്നത് അതിന്റെ പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു. ഒരു നമുക്ക് എന്താ പറയാ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പടമായിരിക്കും എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു പടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചുരുളി ചെയ്യുന്നത് അങ്ങനെ ഒരുവിധം നല്ല സിനിമകളിൽ മികച്ച ക്യാരക്ടറുകൾ വരുന്ന ഒരു സമയത്തും തന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ആ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ റാഫിക്ക നാദിർഷിക്ക എന്നുള്ള പേരല്ലാതെ സിനിമ തന്നിട്ടുള്ള ഒരു ഹൈ എന്തായിരുന്നു? സിനിമയിലേക്ക് എത്താനുള്ള ഒരു ഇതെന്തായിരുന്നു? അത് ഞാൻ വീട്ടിലിരിക്കുമ്പം എനിക്ക് റാഫി സാറും ആഷാക്കാരുടെ കൂടി വലിയൊരു മീറ്റിംഗ് വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് രണ്ടുപേരും വന്നു. വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതിനകത്തൊന്ന് സഹകരിക്കാവോ ജാഫർ? ഞങ്ങൾ പ്രതീക്ഷയോടുകൂടിയാന്ന് റാഫി സാർ എന്നോട് പറയുന്നു. ആഷാക്ക എന്നോട് കണ്ണടച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഏറ്റവും അങ്ങനെ ഞാൻ ശരിക്കും കഥ കേട്ടതിന് ശേഷം ഞാൻ അർജുനെ വിളിച്ചു. അർജുൻ പറഞ്ഞു, ചേട്ടാ എങ്ങനെയും ഏറ്റെടുക്കുക, ഞങ്ങൾ എങ്ങനെയും അരി മേടിച്ചു പോട്ടെ എന്നൊക്കെ ഒരു ഫോൺ വിളിച്ചു. ഞാൻ ഇവിടെ കൊടുക്കാം, ഞാൻ നാളെ വന്നിട്ട് ഒരു സാധനം ഉണ്ട് എൻ്റെ പടത്തിലൊക്കെ ചെയ്തേച്ചോ കൊള്ളെന്ന് പറഞ്ഞ് ഞാൻ വന്ന് ചെയ്തേച്ചു പോയ സംഭവം. എനിക്ക് തൃപ്തരാണ്. നല്ലൊരു വേഷം എനിക്ക് തന്നേക്കുന്നത്. പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്ന പോലുള്ളൊരു ഫീലിങ്സൊക്കെയാണ് നാശാക്കാരുടെ പടത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും. നമ്മളൊരു സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ചെന്ന് കഴിയുന്ന ഒരു ഡയറക്ടർ ബന്ധമാവുന്നല്ല. അത് തന്നെയല്ലെന്നേ ഈ ഇരിക്കുന്ന ലെവൽ തന്നെ നോക്കി നിങ്ങൾ തന്നെ ചിന്തിക്കും. ഇതിനകത്ത് ആർക്കെങ്കിലും ഞാനൊഴിച്ച് ബാക്കി ആർക്കെങ്കിലും ജാടയുണ്ടോ? ഇല്ലല്ല. അപ്പം അത്രയേ ഉള്ളൂ. ഞങ്ങളൊരു കുടുംബം പോലെ തമാശയും പറഞ്ഞ് അങ്ങനെ പറയും. പിന്നെ ഇക്ക പറഞ്ഞ 80 ദിവസം ഷൂട്ട് കൂടിപ്പോയി. അപ്പോൾ സാറ് ചോദിച്ചു, എന്തോ എന്നെ ചെറിയ പടമാണോ വലുതല്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ. പിന്നെ മഴ ഒരു ഘടകമായിരുന്നു. മഴ ഞങ്ങളെ കുറേ ശല്യം ചെയ്തു. ഷൂട്ടൊക്കെ രാത്രിയായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ പോയി. അല്ലാതെ ഇപ്പോൾ സാറ് ഓർക്കും അവർ പച്ചയ്ക്ക് വർത്താനം പറഞ്ഞു 20 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ് 80 ദിവസം കൊണ്ട് അവൻ തീർത്താന്നും പറഞ്ഞ് അവിടെ കിടന്ന് മുന്തുന്നുള്ളത് ഞാൻ സംഭവിക്കില്ല. ആലോചിച്ചില്ല. അങ്ങനെയായിരുന്നു മൊത്തത്തിൽ. പിന്നെ സിനിമയാണ്, ഇക്കയുടെ സിനിമയാണ്. ഇക്ക എൻ്റെ റൂട്ട് അനുസരിച്ച് ഇന്ന് രാത്രി എടുത്ത നാളെ പ്ലാൻ ചെയ്യണ പെട്ടെന്ന് മാറ്റുന്ന ആളൊക്കെയാണ്. എന്തായാലും ഒരു മനോഹര സിനിമയായിരിക്കും. അർജുനും നായകനും ഒക്കെ കൂടെ അടിച്ച് നായികയെ കൂടെ അടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ളവരുടെ സഹകരണമാണ്. പിന്നെ ഈ എല്ലാവരും പറയുന്നില്ലേ ഈ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒരു പ്രിൻ്റ് എടുത്ത് കാണുന്നു. സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ കാണുക, എന്നാലേ അതിന് വിലയിരുത്താൻ പറ്റുള്ളൂ. അതിനകത്ത് എന്തൊക്കെ സാധനമുള്ള സൗണ്ട് എഫക്റ്റും ഒക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ട് അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ പറയണം. നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് പെട്ടെന്ന് ഒരു വലിയൊരു പ്രസ്ഥാനത്തെ ചുമ്മാ ഒരു ഇതിലേക്ക് ആക്കരുത്. കാരണം വെച്ചാൽ എല്ലാവർക്കും അരി മേടിക്കാനുള്ളതാണ്, ജീവിക്കാനുള്ളതാണ്. മൊത്തത്തിൽ പ്രശ്നമാണ് നമ്മുടെ നാട് മൊത്തം, ഈ ലോകം മൊത്തത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ള കാലം എന്തെങ്കിലുമൊക്കെ കാണിച്ച് പറയുമ്പോൾ പോകാമല്ലോ. മൊത്തത്തിൽ നിന്ന് പഠിച്ചു നോക്കുക. ഞാൻ സിനിമ കാണാത്ത ആളാണ്, വാർത്ത കേൾക്കുന്നത്, അതുകൊണ്ട് പറയാം. അപ്പം നന്മ വരട്ടെ എല്ലാവർക്കും. എൻ്റെ ഒരു അനുഗ്രഹം അല്ല കേട്ടോ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇതിനും ഒരു അനുഗ്രഹം തരണം. എല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു നല്ല സെറ്റപ്പാക്കി കുറേ പടത്തിലേക്കൊക്കെ വന്ന് അടിപൊളിയാകണം. അതിൻ്റെ കൂടെ കാരണവരായിട്ട് നമ്മളെയും വിളിക്കണം. ഓക്കെ, എന്നാൽ എനിക്കിതാ പറയാനുള്ളൂ. അഭിനയം മാത്രമല്ല എന്തിന്? ഇല്ലില്ല, ഞാൻ അതിനു മുമ്പ് പാടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഞാൻ ആഹാ എന്ന പടത്തില് ടൈറ്റിൽ സോങ് പാടിയ ഞാനാണ്. ആ പാട്ട് ശരിയാണല്ലോ. ഏത് പാട്ട്? ഏത്? ഇപ്പൊ പറഞ്ഞില്ലേ ആരാ? അങ്ങനെ കിടക്കണമൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയാൽ മതി എന്നാണ്. ഓക്കെ അല്ലേ? ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മുടെ പോലീസ് കഥാപാത്രം എന്ന് പറയും. ഇപ്പൊ ഇതിലൊക്കെ ചെയ്തിട്ടുള്ള കോൺസ്റ്റബിൾ വേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതില് ഓരോ പോലീസ് കഥാപാത്രം ചെയ്യുന്ന സമയത്തും അതിലൊരു മോഡുലേഷൻ ഉണ്ടാവില്ല. ഐ മീൻ ഫിസിക്കലി ആയാലും ശരി, ചെയ്യുന്ന പെർഫോമൻസ് ആയാലും ശരി. ഇതിലെ കഥാപാത്രം ചെയ്യാനായിട്ട് എത്രത്തോളം ഒക്കെ എടുത്തിട്ടുണ്ട്? ഇതൊരു എഫേർട്ട് എന്ന് പറയാനായിട്ട്
കുറച്ചാൾ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് പോയായിരുന്നു, കുറച്ച് മാസത്തിലേക്ക് വെക്കാൻ. പക്ഷെ കുഴപ്പമില്ലാണ്ടായി എന്ന് തോന്നുന്നു. അത് നീ ഇങ്ങനെ കണ്ടിട്ട് പറയാ, എന്താ പറയാനാ. ഈ കട്ടപ്പനയിലെ